JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭ്യമാവുകയുള്ളൂ. സിവിൽ എക്സൈസ് ഓഫീസർ, വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് അതിനുവേണ്ടിയിട്ട് ഫെബ്രുവരിയിൽ പരീക്ഷ നടക്കുകയാണല്ലേ. അപ്പോൾ അതിനുവേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും പുതിയ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. 2023 പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ അകത്ത് സ്പെഷ്യൽ ടോപ്പിക്സിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം അല്ലേ. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തില് മദ്യപിക്കുന്നവർക്കും മദ്യം വാങ്ങുന്നവർക്കും നിയമപ്രകാരം ഉണ്ടായിരിക്കേണ്ട കുറഞ്ഞ പ്രായം. കേരളത്തില് മദ്യപിക്കുന്നവർക്കും മദ്യം വാങ്ങുന്നവർക്കും നിയമപ്രകാരം ഉണ്ടായിരിക്കേണ്ട കുറഞ്ഞ പ്രായം എത്രയാണ്? 23 വയസ്സാണ് അല്ലെ. 23 വയസ്സാണ് കേരളത്തില് മദ്യപിക്കുന്നവർക്കും മദ്യം വാങ്ങുന്നവർക്കും നിയമപ്രകാരം ഉണ്ടായിരിക്കേണ്ട കുറഞ്ഞ പ്രായം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന അല്ലെങ്കിൽ താഴെ കാണുന്ന പ്രസ്താവനകളെ കുറിച്ച് നൽകിയിരിക്കുന്ന ഓപ്ഷനുകളിൽ ശരി ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 പ്രസ്താവനകൾ തന്നിട്ടുണ്ട് അല്ലേ. അതിൻ്റെ അകത്ത് 4 പ്രസ്താവനകളില് ശരിയായത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെയും രണ്ടാമത്തെയും നാലാമത്തേതും ശരിയാണ്. ഒന്നാമത്തേത് ഏതാണ്? ജനുവരി 30 കേരളത്തിലെ എല്ലാ മദ്യശാലകളും അടഞ്ഞു കിടക്കണം. മൂന്നാമത്തേതാണ്? അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായ ജൂൺ 26 കേരളത്തിലെ എല്ലാ മദ്യശാലകളും അടഞ്ഞു കിടക്കണം. അടുത്ത ഏതാണ്? നാലാമത്തെ, ദുഃഖവെള്ളി ദിനത്തിൽ കേരളത്തിലെ എല്ലാ മദ്യശാലകളും അടഞ്ഞു കിടക്കണം. അപ്പോൾ 4 പ്രസ്താവനകളാണ് താഴെ തന്നിട്ടുള്ളത്. അതിൻ്റെ അകത്ത് ഏതൊക്കെ പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? 3 എണ്ണമാണ് ശരിയായിട്ടുള്ളത് അല്ലെ. ഒന്നാമത്തേതും മൂന്നാമത്തേതും നാലാമത്തേതും. അടുത്ത ക്വസ്റ്റ്യൻ, നമ്പർ മദ്യം കേരളത്തിലെ ഒരു വ്യക്തിക്ക് സൂക്ഷിക്കാവുന്ന പരമാവധി അളവ്. ഈ 3 നമ്മൾ ഈ ടേബിളിൽ കാണാൻ സാധിക്കുന്നത് അല്ലേ. ആദ്യത്തെ കോളത്തില് നമ്പർ, രണ്ടാമത്തെ കോളത്തിൽ മദ്യം, മൂന്നാമത്തെ കോളത്തിൽ കേരളത്തിലെ ഒരു വ്യക്തിക്ക് സൂക്ഷിക്കാവുന്ന പരമാവധി അളവാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പട്ടികയിലെ ആദ്യ ഇനങ്ങളുടെ അളവ് സംബന്ധിച്ച് ചുവടെ കാണുന്ന ഓപ്ഷനുകളിൽ ശരി ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് 4, 4, 1, 5, 6 എണ്ണം കൊടുത്തിട്ടുണ്ട് അല്ലെ. 6 കോളം ഉണ്ട് അല്ലെ. 6 നമ്പർ ഉണ്ട്. 6 നമ്പറിനകത്ത് പട്ടികയിനങ്ങളുടെ അളവ് സംബന്ധിച്ച് അളവ് വലത് സൈഡില് മദ്യമുണ്ട്, മദ്യത്തിന്റെ അളവും കൊടുത്തിട്ടുണ്ട് വലത് സൈഡില്. അപ്പോൾ അതിൻ്റെ അകത്ത് ഏത് ഓപ്ഷനുകളിലാണ് ശരി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ശരിയായിട്ടുള്ളത്? രണ്ടാമത്തേതും മൂന്നാമത്തേതും മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഏതാണ്? IMFL 3 ലിറ്റർ. മൂന്നാമത്തെ ഏതാണ്? ബിയർ 3.5 ലിറ്റർ. അത് മാത്രമാണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെ സാധാരണഗതിയിൽ ഓപ്ഷൻ തന്നിട്ട് ചോദ്യങ്ങൾ നമ്മൾ ഏറ്റവും പുതിയ പരീക്ഷകൾ, അതായത് 2023 ഇതുപോലുള്ള ക്വസ്റ്റ്യനുകൾ സാധാരണ വന്നിട്ടുണ്ട്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒന്നാണ്. അപ്പൊ നമ്മൾ എല്ലാ കാര്യങ്ങളെ കുറിച്ച് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ അകത്ത് കൃത്യമായിട്ടുള്ള ശരി ഏത് എന്നതിനെ കുറിച്ച് നമുക്ക് കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യനുകൾ നമ്മളെ വളരെയധികം കുട്ടികളെ കൺഫ്യൂഷൻ ആക്കിയ മാർക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിച്ച് നമ്മൾ ക്വസ്റ്റ്യനുകൾ അറ്റൻഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ രണ്ടാമത്തെയാണ് ശരിയായിട്ടുള്ളത്. രണ്ടാമത്തെ മൂന്നാമത്തെയാണ് ശരിയായിട്ടുള്ളത്. IMFL 3 ലിറ്റർ. മൂന്നാമത്തെ ഏതാണ്? ബിയർ 3.5 ലിറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ ചാരായം നിർമ്മിക്കുന്നതും വിൽപ്പനയും മറ്റും 10 വർഷം വരെ തടവും 1 ലക്ഷം രൂപയിൽ കുറയാത്ത പിഴയും ലഭിക്കുന്ന കുറ്റങ്ങളായി നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കേരളത്തില് ചാരായം നിർമ്മിക്കുന്നതും വിൽപ്പനയും മറ്റും 10 വർഷം വരെ തടവും 1 ലക്ഷം രൂപയിൽ കുറയാത്ത പിഴയും ലഭിക്കുന്ന കുറ്റങ്ങളായിട്ട് നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം ഏതാണ്? 1997 അല്ലേ. 1997 കേരളത്തിൽ ചാരായം നിർമ്മിക്കുന്നതും വിൽപ്പനയും മറ്റും 10 വർഷം വരെ തടവും 1 ലക്ഷം രൂപയിൽ കുറയാത്ത പിഴയും ലഭിക്കുന്ന കുറ്റങ്ങളായി നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം. അടുത്ത ക്വസ്റ്റ്യൻ, NDPS ആക്ട് 1985 ബാധകമായ പ്രദേശങ്ങള്. NDPS ആക്ട് 1985 ബാധകമായ പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യയിലെ മുഴുവൻ പ്രദേശങ്ങളും NDPS ആക്ട് 1985 ബാധകമായതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്ത്യയിലെ മുഴുവൻ പ്രദേശങ്ങളും NDPS ആക്ട് 1985 ബാധകമായതാണ്. അടുത്ത ക്വസ്റ്റ്യൻ,
2 കഞ്ചാവ് ചെടികൾ നട്ടുവളർത്തിയാൽ NDPS ആക്ട് 1985 പ്രകാരം ലഭിക്കാവുന്ന ശിക്ഷ. 2 കഞ്ചാവ് ചെടികൾ നട്ടുവളർത്തിയാൽ NDPS ആക്ട് 1985 പ്രകാരം ലഭിക്കാവുന്ന ശിക്ഷ എന്താണ്? 10 വർഷം വരെ തടവും 1 ലക്ഷം രൂപ വരെ പിഴയും. 10 വർഷം വരെ തടവും 1 ലക്ഷം രൂപ വരെ പിഴയും. അടുത്ത മീഥൈൽ ആൽക്കഹോളിന്റെ കെമിക്കൽ ഫോർമുല. മീഥൈൽ ആൽക്കഹോളിന്റെ കെമിക്കൽ ഫോർമുല എന്താണ്? CH3OH. CH3OH. മീഥൈൽ ആൽക്കഹോളിന്റെ കെമിക്കൽ ഫോർമുല എന്താണ്? CH3OH. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിൽ അനുമതിയുള്ള 50 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം എത്ര പ്രൂഫ് ലിറ്റർ ആണ്? കേരളത്തില് അനുമതിയുള്ള 50 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം എത്ര പ്രൂഫ് ലിറ്റർ ആണ്? 37.5 പ്രൂഫ് ലിറ്റർ ആണ്. കേരളത്തിൽ അനുമതിയുള്ള 50 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം എത്ര പ്രൂഫ് ലിറ്റർ ആണ്? 37.5. അടുത്ത ക്വസ്റ്റ്യൻ. ഡിസ്റ്റിലറി ആൻഡ് വെയർഹൌസ് ചട്ടങ്ങൾ പ്രകാരം അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്നാൽ എന്ത്? ഡിസ്റ്റിലറി ആൻഡ് വെയർഹൌസ് ചട്ടങ്ങൾ പ്രകാരം അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്നാൽ എന്ത്? അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്നാൽ എന്താണ്? 99.5% മീഥൈൽ ആൽക്കഹോളും 0.5% വെള്ളവും അടങ്ങിയതാണ്. ഡിസ്റ്റിലറി ആൻഡ് വെയർഹൌസ് ചട്ടങ്ങൾ പ്രകാരം അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്നാൽ എന്ത്? എന്താണ്? 99.5% മീഥൈൽ ആൽക്കഹോളും 0.5% വെള്ളവും അടങ്ങിയതാണ്. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിലെ വിദേശ മദ്യഷാപ്പുകളുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് താഴെ പറയുന്ന ഏത് പ്രസ്താവനയാണ് ശരിയല്ലാത്തത്? കേരളത്തിലെ വിദേശ മദ്യ ഷോപ്പുകളുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് താഴെ പറയുന്ന ഏത് പ്രസ്താവനയാണ് ശരിയല്ലാത്തത്? എത്ര പ്രസ്താവന താഴെ കൊടുത്തിട്ടുണ്ട്? 3 പ്രസ്താവനകൾ താഴെ കൊടുത്തിട്ടുണ്ട് അല്ലെ? ആ 3 പ്രസ്താവനകളിൽ കേരളത്തിലെ വിദേശ മദ്യഷാപ്പുകളുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് ഏത് പ്രസ്താവനയാണ് ശരിയല്ലാത്തത്? 1ഉം 3ഉം മാത്രമാണ് ശരിയല്ലാത്തത്. ഒന്നാമത്തെ ഏതാണ്? ശ്രീനാരായണ ഗുരുദേവന്റെ സമാധി ദിവസം വിദേശ മദ്യഷാപ്പുകൾ തുറന്നു പ്രവർത്തിക്കാം. മൂന്നാമത്തെ ഏതാണ്? മഹാത്മാഗാന്ധി ജനിച്ച ദിവസം വിദേശ മദ്യഷാപ്പുകൾ തുറന്നു പ്രവർത്തിക്കാം. ഇത് മാത്രമാണ്, ഈ 2എണ്ണമാണ് ശരിയല്ലാത്ത പ്രസ്താവനകള്. അടുത്ത ക്വസ്റ്റ്യൻ. കേരള സർക്കാർ നികുതി വകുപ്പ് അംഗീകരിച്ച ടൂറിസം സെന്ററുകളിൽ പ്രവർത്തിക്കുന്ന FL3 ലൈസൻസ് സ്ഥാപനങ്ങളുടെ പ്രവർത്തന സമയം. കേരള സർക്കാർ നികുതി വകുപ്പ് അംഗീകരിച്ച ടൂറിസം സെന്ററുകളിൽ പ്രവർത്തിക്കുന്ന FL3 ലൈസൻസ് സ്ഥാപനങ്ങളുടെ പ്രവർത്തന സമയം എത്രയാണ്? രാവിലെ 10 മണി മുതൽ അർദ്ധരാത്രി 12 മണി വരെ. രാവിലെ 10 മണി മുതൽ അർദ്ധരാത്രി 12 മണി വരെ. അടുത്ത ക്വസ്റ്റ്യൻ. FL1 വിദേശ മദ്യവിൽപ്പന സ്ഥാപനത്തിൽ നിന്നും ഒരാൾക്ക് ഒരു സമയം വില കൊടുത്തു വാങ്ങാവുന്ന വിദേശ മദ്യത്തിന്റെ കുറഞ്ഞ അളവ്. FL1 വിദേശ മദ്യവിൽപ്പന സ്ഥാപനത്തിൽ നിന്നും ഒരാൾക്ക് ഒരു സമയം വില കൊടുത്തു വാങ്ങാവുന്ന വിദേശ മദ്യത്തിന്റെ കുറഞ്ഞ അളവ് എത്രയാണ്? 180 ml ആണ് അല്ലെ? 180 ml. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഏത് പ്രസ്താവനയാണ് COTPA നിയമപ്രകാരം ശരിയായിട്ടുള്ളത്? താഴെ പറയുന്നതിൽ ഏത് പ്രസ്താവനയാണ് COTPA നിയമപ്രകാരം ശരിയായിട്ടുള്ളത്? എത്ര പ്രസ്താവനകളാണ് താഴെ കൊടുത്തിട്ടുള്ളത്? 3 പ്രസ്താവനകൾ താഴെ കൊടുത്തിട്ടുണ്ട് അല്ലെ? അതിൻ്റെ അകത്ത് ഈ COTPA നിയമപ്രകാരം ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2ഉം 3ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. രണ്ടാമത്തെ ഏതാണ്? 18 വയസ്സ് തികയാത്ത ഒരാൾക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കരുത്. മൂന്നാമത്തെ ഏതാണ്? പുകയില ഉൽപ്പന്നങ്ങളുടെ പരസ്യം നൽകുവാനോ പ്രസിദ്ധീകരിക്കുവാനോ പാടില്ല. അടുത്ത ക്വസ്റ്റ്യൻ. COTPA നിയമപ്രകാരം എത്ര മുറിവുകളുള്ള ഒരു ഹോട്ടലിലാണ് സ്മോക്കിംഗ് ഏരിയ പ്രത്യേകം സജ്ജീകരിക്കേണ്ടത്? COTPA നിയമപ്രകാരം എത്ര മുറികളുള്ള ഒരു ഹോട്ടലിലാണ് സ്മോക്കിംഗ് ഏരിയ പ്രത്യേകം സജ്ജീകരിക്കേണ്ടത്? 30 അല്ലെ? 30 മുറികളുള്ള ഒരു ഹോട്ടലിലാണ് സ്മോക്കിംഗ് ഏരിയ പ്രത്യേകം സജ്ജീകരിക്കേണ്ടത് COTPA നിയമപ്രകാരം. അടുത്ത ക്വസ്റ്റ്യൻ. സിഗരറ്റ് ഉപയോഗിക്കുന്ന മൂലം ഉണ്ടാകുന്ന
ദൂഷ്യഫലങ്ങൾ കാണിക്കുന്ന മുന്നറിയിപ്പ് ചിത്രങ്ങൾ ഒരു സിഗരറ്റ് കവറിന്റെ പുറത്തുള്ള സ്ഥലത്തിന്റെ എത്ര ശതമാനം ഭാഗത്ത് പ്രദർശിപ്പിക്കണം? 60% ഭാഗത്ത് പ്രദർശിപ്പിക്കണം. അതായത് സിഗരറ്റ് ഉപയോഗിക്കുന്നത് മൂലം ഉണ്ടാകുന്ന ദൂഷ്യഫലങ്ങളെ കാണിക്കുന്ന മുന്നറിയിപ്പ് ചിത്രങ്ങൾ ഒരു സിഗരറ്റ് കവറിന്റെ പുറത്തുള്ള സ്ഥലത്തിന്റെ 60% ഭാഗത്ത് പ്രദർശിപ്പിച്ചിരിക്കണം. അത് നമ്മൾ സിഗരറ്റ് പാക്കറ്റ് ഒക്കെ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അല്ലെ. ഇങ്ങനെ ഈ സിഗരറ്റ് ഉപയോഗിക്കുന്ന മൂലം ദൂഷ്യഫലങ്ങളെ കാണിക്കുന്ന മുന്നറിയിപ്പ് എല്ലാ സിഗരറ്റ് പാക്കറ്റുകളിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിലെ മദ്യവർജനത്തിന് ഊന്നൽ നൽകിയും മയക്കുമരുന്നുകളുടെ ഉപഭോഗം പൂർണ്ണമായും ഇല്ലാതാക്കുവാനും ലക്ഷ്യമിട്ട് സർക്കാർ രൂപീകരിച്ച ലഹരി വർജന മിഷൻ. കേരളത്തില് മദ്യവർജനത്തിന് ഊന്നൽ നൽകിയും മയക്കുമരുന്നുകളുടെ ഉപഭോഗം പൂർണ്ണമായും ഇല്ലാതാക്കുവാനും ലക്ഷ്യമിട്ട് സർക്കാർ രൂപീകരിച്ച ലഹരി വർജന മിഷൻ ഏതാണ്? വിമുക്തി. ഏതാണ്? വിമുക്തി. അടുത്ത ക്വസ്റ്റ്യൻ. ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ഐക്യരാഷ്ട്ര സംഘടനയുടെ 2021 ലഹരി വിരുദ്ധ ദിന സന്ദേശം ഏതാണ്? മികച്ച പരിചരണത്തിന് മികച്ച അറിവ്. ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ഐക്യരാഷ്ട്ര സംഘടനയുടെ 2021 ലഹരി വിരുദ്ധ ദിന സന്ദേശം ഏതാണ്? മികച്ച പരിചരണത്തിന് മികച്ച അറിവ്. ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 47 ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായ പ്രസ്താവന? ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 47 ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ഏതാണ് ശരിയായ പ്രസ്താവന? 3 പ്രസ്താവനകൾ താഴെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അതിൻ്റെ അകത്ത് ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 47 ബന്ധപ്പെട്ട് ഏതാണ് ശരിയായ പ്രസ്താവന? 1ഉം 3ഉം മാത്രമാണ് ശരിയായ പ്രസ്താവന. ഒന്നാമത്തെ ഏതാണ്? ആരോഗ്യത്തിന് ഹാനികരമാകുന്ന ലഹരി പാനീയങ്ങളുടെയും മരുന്നുകളുടെയും ഉപയോഗം സർക്കാരിന് നിരോധിക്കാൻ സാധിക്കും. മൂന്നാമത്തെ ഏതാണ്? മദ്യനിരോധനം ഏർപ്പെടുത്താൻ സർക്കാരിന് സാധിക്കും. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 47 ബന്ധപ്പെട്ട് ഒന്നാമത്തേതും മൂന്നാമത്തേതും പ്രസ്താവനയാണ് ശരിയായ പ്രസ്താവനകൾ. അടുത്ത ക്വസ്റ്റ്യൻ. IT ആക്ട് 2000 സെക്ഷൻ 43A പ്രകാരം താഴെ പറയുന്നവയിൽ ആരാണ് നഷ്ടപരിഹാരം കൊടുക്കാൻ ബാധ്യസ്ഥൻ? 1 കമ്പനി, 2 പാർട്ട്ണർഷിപ്പ് സ്ഥാപനം, 3 വ്യക്തി. ഈ താഴെ പറയുന്ന IT ആക്ട് 2000 സെക്ഷൻ 43A പ്രകാരം താഴെ പറയുന്നവയിൽ ഈ 3 പേരിൽ ആരാണ് നഷ്ടപരിഹാരം കൊടുക്കാൻ ബാധ്യസ്ഥന്? ഒന്നാമത്തെയും രണ്ടാമത്തെയും മാത്രം അല്ലെ. കമ്പനിയും പാർട്ട്ണർഷിപ്പ് സ്ഥാപനവുമാണ് നഷ്ടപരിഹാരം കൊടുക്കാൻ ബാധ്യസ്ഥൻ. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു വ്യക്തി IT ആക്ട് 2000 സെക്ഷൻ 43 പറഞ്ഞിരിക്കുന്ന കുറ്റങ്ങൾ സത്യസന്ധതയില്ലാതെയോ വഞ്ചനാപരമായോ ചെയ്യുകയാണെങ്കിൽ ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ എത്രയാണ്? 3 വർഷം തടവും 5 ലക്ഷം പിഴയും. 3 വർഷം തടവും 5 ലക്ഷം പിഴയും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പരമാവധി എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കണം. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞ് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.